പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മള് കേട്ട് പറഞ്ഞ ഞങ്ങളെ നമ്പറേനി മോന്റെ ക്രോസ് ബെൽറ്റാണ് ഇവനൊക്കെ. ഇവനക്ക് അങ്ങനെ ഇതായിരുന്നില്ല. നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണു, ഒരു അനാവശ്യത്തിലേക്ക് പോണ. ശ്രീലക്ഷ്മി അറക്കിൽ പറഞ്ഞതാണ് അയാൾ ആത്മഹത്യ ചെയ്തതിൽ സന്തോഷം. സന്തോഷം അതെന്താ? ആദ്യം നിന്റെ ഒരുപാട് തന്തമാരുണ്ടല്ലോ, അതിലെ ഏതാണ് നിന്റെ തന്തയെന്നൊന്ന് ആദ്യം പോയി നീ ഒന്ന് സെലക്ട് ചെയ്യാം. ദീപഘട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ ഓക്കെ, അവിടെ കാര്യം പറയുന്നതിന് മുമ്പ് എല്ലാവരും ജസ്റ്റിസ് ഫോർ ദീപക് എന്നും കൂടെ കമന്റ് ഇടുക. ജസ്റ്റിസ് ഫോർ ദീപക് എന്നും കൂടെ ഒന്ന് കമന്റ് ഇടുക. ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആദ്യം ആ പഞ്ചായത്തിലെ ആ മെമ്പർ ഉണ്ടല്ലോ, മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യം പറയുന്നതിന് മുമ്പ്, അതായത് പ്രതിയായിട്ടുള്ള വൃത്തിയേട്ട മറ്റേ മോടെ കാര്യം തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ കാര്യം പറയുന്നതിന് മുമ്പ് ഇവളെ സപ്പോർട്ട് ചെയ്തൊരു എനിക്ക് എന്താ പറയണ്ടേ, വായിന്ന് നല്ലത് പറഞ്ഞു വന്നിട്ട് വീണു പോകുന്നുണ്ട്. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ എൻ്റെ വായിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ വീഴുമ്പം വീട്ടിലൊക്കെ കോൾ വന്നിട്ട് പറയും, മോനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ അടുത്ത സമയം കൊണ്ട് ഇച്ചിരി കൂടുതലായതുകൊണ്ട്, വീഡിയോയ്ക്കകത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അതൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ വീട്ടിൽ നിന്നും ഇതുവരെ അല്ലെങ്കിൽ വല്ലതും വിളിച്ച് പറഞ്ഞു തന്നെ. ഓക്കെ, നമ്മുടെ ശ്രീലക്ഷ്മി അറക്കിൽ പറഞ്ഞതാണ് അയാൾ ആത്മഹത്യ ചെയ്തതിൽ സന്തോഷം അതെന്താ? ആദ്യം നിന്റെ ഒരുപാട് തന്തമാരുണ്ടല്ലോ, അതിലെ ഏതാണ് നിന്റെ തന്തയെന്നൊന്ന് ആദ്യം പോയി നീ ഒന്ന് സെലക്ട് ചെയ്യാം. അതാണ് ആദ്യം സ്വന്തം തന്ത ഏതാണെന്ന് നീ ഒന്ന് സെലക്ട് ചെയ്യും. കുറെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒന്നും വിചാരിക്കല്ലേ. സ്ത്രീകളെ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് തുടരുക. ശ്രീലക്ഷ്മി അറക്കൽ, നിന്നെ കാണുമ്പോൾ ആ റപ്പാടി കാക്കരിച്ച് തുപ്പാൻ തോന്നുന്നു. നിന്റെ മോന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തുപ്പിയേനെ. നിന്നെ പോലുള്ള അവൾമാരൊക്കെ, നീയൊക്കെ ഒരു സ്ത്രീയുടെ ഇതിൽ നിന്ന് തന്നെ ജന്മം എടുത്താണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. സത്യം, ഇവളെപ്പോലുള്ള അവൾമാരൊക്കെ ഉണ്ടെങ്കിൽ നാടിന് ശാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാനുണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ഇട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട് നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. ഞാനത് വായിക്കുന്നില്ല. ഈ നാറിയുടെ എഴുത്തല്ലേ വായിക്കാതിരിക്കുന്നത് അത് കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെ ഗതികെട്ട നീ നോക്ക്, അവരുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ അവസ്ഥയൊന്നും നോക്ക്. മോന്റെ ക്രോസ് ബെൽറ്റാണ് ഇവനൊക്കെ. ഇവനക്ക് അങ്ങനെ ഇതായിരുന്നില്ല. നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണു, ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ വളർത്തണ. എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. നേരെ വൈകിട്ട് അപ്പം പറയും, അപ്പം മമ്മി ഞാൻ പോരും. എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയ. അങ്ങനെ ആ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് ഈ തന്തയില്ലാത്തവൾ വന്നിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവിടെ വീട്ടുകാരിയിരിക്കുന്നു. നിൽക്കേ, ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് 5 വർഷം മുമ്പാണ് ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നത്. ആ സമയത്ത് തന്നെ ഇവക്ക് അങ്ങോട്ട് എന്താ അറിയാമല്ലോ, പഞ്ചായത്തിൽ നിൽക്കുമ്പോൾ 5 വർഷം നാട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല മെമ്പർ ആവണം. പുറത്ത് പോകാൻ വേണ്ടി ഇവിടെ ദുബായിലോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ലീവ് എടുക്കാൻ കുറച്ച് പ്ലാൻ നടത്തപ്പോൾ ആൾക്കാരൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇവിടെ പാർട്ടിയിൽ നിന്ന് മാറ്റണം, ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അവസാനം 4 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് ദുബായിൽ അങ്ങോട്ട് പോകാൻ ചെയ്തെന്നുള്ള ഒരു രീതിയിൽ ഒരു വോയിസ് കാണാൻ ഇടയായിട്ടുണ്ട്. ആൾക്കാരുടെ അഭിപ്രായം ഒന്ന് കേട്ടോ. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മള് കേട്ട് പറഞ്ഞ ഞങ്ങളെ നമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തില് 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാര് വീഡിയോ വന്നിട്ട് എനിക്ക് വന്നിരുന്നു, ആദ്യം ഇത് കണ്ടു വെച്ചാൽ. അപ്പൊ ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സുജിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഒരാളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകര ഉള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല.
അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി ഓള് നേരെ സെക്രട്ടറിക്ക് വിളിച്ചു, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. കണ്ടോ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനമൊന്നും അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇനമല്ല ഇവള്. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിന്ന സമയത്ത് നാട് വിട്ട് പോയി, എന്നിട്ട് എന്താ പറയണ്ടേ, അവിടെ പോയി റീലും അതും മറ്റേത് കോപ്പും മറച്ചാനും ഒക്കെ. പിന്നെ എന്തിനാ നീ ഇലക്ഷനിൽ നിന്ന് നാട്ടുകാരെ മുടിപ്പിക്കാൻ വേണ്ടി ഇനി അവളെ പഞ്ചായത്തെ അടപ്പിക്കരുത്, ഒരു കാര്യത്തിൽ ഇവളെ സഹകരിപ്പിക്കരുത്. സത്യം പറഞ്ഞു, ഒരുത്തന്റെ ജീവിതം കൊണ്ട് തുളച്ചത്, ഒരുത്തന്റെ ജീവിതം, അതിന്റെ കറക്റ്റ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ അശ്വിൻ ബ്രോ അത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവള് ഈ പറയുന്ന സ്പീഡ് കുറച്ചിട്ടിട്ടാണ് അത് ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ വന്ന് ടച്ച് ചെയ്യാനായിട്ടേ കഥ ഒരു സെക്കൻഡിൽ എങ്ങാണ്ടൊന്ന് മുട്ടിയാനാണ് അവൾ അത്രയും പട്ടി ഷോ ഇറക്കിയത്. ഇതാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തു. ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ഒന്ന് വെച്ചുതരാം. ഇദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ ഒരു മനുഷ്യനെ കുറിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പൊന്ന് അമ്മമാരെ പെങ്ങന്മാരെ, ദേവി ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടരുത്. അത്രേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. നിങ്ങളും എന്താ പറയണ്ടേ, വേണ്ട, ഞാൻ വല്ലതൊക്കെ പറഞ്ഞാൽ കൂടിപ്പോവും. എനിക്കില്ല ശ്രീലക്ഷ്മിയുടെ ആ ഒരു എന്തോ അയാൾ ആത്മഹത്യ ചെയ്താൽ സന്തോഷം, ആ ഒരു ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരു റിലേ പോയി നിൽക്കുകയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി വേണ്ട, ആ വീഡിയോ ആണ് പറഞ്ഞു ഉപദേശിക്കുന്നില്ല, കാരണം നന്നാവത്തില്ല. നാളെ ഇതൊക്കെ തന്നെ അവസ്ഥ. ആരും ഒന്നും തലയിൽ കയറത്തില്ല. നിന്റെയൊക്കെ ഒന്നും തലയിൽ ആരെയും കയറൂല. എല്ലാവർക്കും കുറ്റങ്ങൾ മാത്രം. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആൾക്കും ഒരിടത്തും വില കിട്ടത്തില്ല. എവിടെ അല്ലെങ്കിൽ ദുഷ്ടനെ പന പോലെ വളർത്തുന്നല്ല പറയുന്നേ. നിങ്ങൾ ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈയായിട്ട് തന്നെ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവള് ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവള് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവൾ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലെ, ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവള് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണെന്നോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ. പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിന്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ, എന്റെ മൈക്കിളുണ്ട് അല്ലെങ്കിൽ 2 കൈ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക. അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയി. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് പോയിന്റ്. ഞാൻ ഇതിനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സൈഡിൽ ബാഗ് ഉണ്ടായിരുന്നു. ഇവർ 2 ആംഗിളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. കുറെ ആൾക്കാർക്ക് ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് സത്യാവസ്ഥകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് കാണുന്ന നാളെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ, അല്ലെങ്കിൽ ഇത് കാണുന്ന അമ്മമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഇതൊക്കെ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് വന്നിട്ടിരിക്കുക. എൻ്റെ ഫ്രണ്ടിന്റെ ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛനൊക്കെ സ്ഥിരം അമ്പലത്തിൽ പോകുന്നതാണ്. ഒന്നത് പുള്ളിക്ക് കാലൊന്നും വയ്യാത്ത, ഒന്ന് സ്ലിപ്പായി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ. ഇപ്പൊ എല്ലാവർക്കും പേടിയാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആണുങ്ങൾക്ക് പ്രത്യേക ഒരു ബസ് വെക്കേണ്ടി വരും. പ്രത്യേകം ആണ്, എല്ലാം പ്രത്യേകമായിട്ട് തീർന്ന ഇവിടെ വീർപ്പ് മുട്ടി ഓടും പല ഓൾമാരും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടേ, ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന നിങ്ങൾ പെണ്ണുങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിർത്തിക്കോണം. പിന്നെ അതുപോലെ തന്നെ വിശ്വാസവഞ്ചനയും ചെയ്യുന്ന ഇതുപോലത്തെ ഒരു വർഗത്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ചിരിച്ചുകൊണ്ട് കഴുത്താർക്കും നമ്മുടെ എല്ലാം സ്നേഹത്തോടെ എല്ലാം പിടുങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടു കൊടുക്കുന്ന വല്ലവന്മാർക്കും ആയിരിക്കും.
ആണ്. എന്നിട്ട് ഇവൾമാരെയൊക്കെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാരുടെ മുമ്പിൽ ഓക്കെ അവിടെ പാർട്ണർ ഒരു ടോക്സിക് പേഴ്സൺ ആക്കി മാറ്റി ഇങ്ങനെ പോകുന്ന ചില ക്യാരക്ടറാണ്. കുറെ എണ്ണം ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ, കുറെ കൂടിപ്പോവും. ഞാൻ സത്യം പറയാലോ, ഈ ഒരു ഒന്നര വർഷം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ, കാരണം എൻ്റെ ലൈഫിലും അതുപോലെയുള്ള കുറെ വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോലും തുടങ്ങിയത്. വീഡിയോക്കകത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ റീസൺ ചില ആൾക്കാർ കാരണം. മനുഷ്യൻ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തതായി, പേടി. സത്യം പറയാലോ, ഈ റൂമിനകത്തിരുന്ന് വീഡിയോ ചെയ്ത് അങ്ങ് ഇരുന്നാൽ മതി, അത് മതി എന്ന് ആലോചിക്കുക. പണ്ടൊക്കെ രസമാണ്, അമ്പലപ്പറമ്പിലും അവിടെയൊക്കെ പോയി ഇരിക്കുമ്പോൾ ഒരു സമാധാനം. ഇപ്പൊ എല്ലായിടത്തും പോകാൻ പറ്റും, ഒന്ന് തൊട്ടാ പീഡനം. ഇതെങ്ങോട്ടാ പോന്നെ? പിന്നെ ആ മനുഷ്യനെ കുറിച്ച് ഒരു പെൺകുട്ടി ഒരു വോയിസ് വെക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് ബസ്സിൽ വെച്ച് കണ്ട ഒരു പീരീഡ്സ് ആ ഒരു ടൈമിൽ പെയിൻ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ഞാനത് വെച്ച് തരാം. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് രാവിലെ തൊട്ട് എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ പോലെ. എനിക്ക് അങ്ങനെ വരുന്നതല്ല, ഈ അടുത്ത സമയം കൊണ്ട് ചില വിഷയങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായോണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ. ഞാനിവിടെ ഇന്ന് അച്ഛനോട് പറഞ്ഞു, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകും, വണ്ടി പോകും. സാധാരണ ഇങ്ങനൊന്നും ആരും പറയുന്നതല്ല. ഞാൻ പറഞ്ഞു പൊക്കോ, പുള്ളിക്ക് കാലൊക്കെ വയ്യാത്ത പൊക്കോ, പൈസ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. കാരണം അതുപോലായി ഞാനും ഇനി ബസ്സിൽ ഈ പരിപാടിക്കൊന്നും കയറത്തൊന്നുമില്ല. കാരണം ഏത് രീതിയിലാണ് വള്ളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, അറിയില്ല, അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത് തല. ഞാൻ ഈ വോയിസ് ചെറുതായിട്ടൊന്ന് വെച്ചതേ ഉള്ളൂ, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കുട്ടിക്ക് നല്ല പീരീഡ്സ് ആയിരുന്നു, ആ സമയത്ത് അതിന്റെ മെഡിസിനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ ബസ്സിൽ നിന്ന സമയത്ത് പിന്നെ അദ്ദേഹം കണ്ട പാരസെറ്റമോളോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആ കൊച്ചു പറഞ്ഞത്. ഞാൻ ആ വോയിസോടെ വെച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അവിടെ വെക്കാത്തത്. അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല അഭിപ്രായങ്ങൾ മാത്രം. ആ വീട്ടുകാരുടെ അവസ്ഥ, കൂട്ടുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളുടെ ജീവൻ പോയി. ശ്രീലക്ഷ്മിയെ പോലുള്ള പല തന്തയ്ക്കും ആദ്യം സ്വന്തം തന്തയെന്ന് നമ്മൾ കണ്ടുപിടിക്കട്ടെ. ഒറ്റയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ ദീപക് അതും കൂടെ കൊടുക്കുക. ബൈ, ലവ് യു.